ഹഗായി പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ആമുഖം. ജെറുസലേമിൽ കർത്താവിനൊരു ആലയം നിർമ്മിക്കുവാനുള്ള ആഹ്വാനവുമായി സൈറസ് പുറപ്പെടുവിച്ച കൽപ്പന ഏറെ നാൾ നിറവേറ്റപ്പെടാതെ കിടന്നു. ദാരിയൂസ് ഭരണമേറ്റതോടെ ഉണ്ടായ സംഭവവികാസങ്ങൾ ജനത്തിൻ്റെ പ്രതീക്ഷ ഉയർത്തി. ഈ സന്ദർഭത്തിലാണ് തകർന്നു കിടക്കുന്ന ദേവാലയം പുനരുദ്ധരിക്കുക എന്ന സന്ദേശവുമായി ഹഗായി പ്രവാചകൻ കടന്നു വരുന്നത്. ബാബിലോണിൽ നിന്ന് തിരിച്ചെത്തിയ പ്രവാസികളിൽ ഒരുവനായിരിക്കണം പ്രവാചകൻ എന്നല്ലാതെ മറ്റു വിവരങ്ങളൊന്നും നമുക്കില്ല. തങ്ങൾക്കായി മന്ദിരങ്ങൾ പടുത്തുയർത്തുവാനുള്ള വ്യഗ്രതയിൽ തകർന്നു കിടക്കുന്ന ദേവാലയത്തെക്കുറിച്ച് ചിന്തിക്കാത്തതാണ് ഇസ്രായേലിൻ്റെ ദുസ്ഥിതിക്ക് കാരണമെന്ന് ഹഗായി വാദിക്കുന്നു. അവിടത്തേക്ക് ആലയം പണിയുക, അപ്പോൾ അവിടുന്ന് ഐശ്വര്യം പ്രദാനം ചെയ്യും. ഇപ്പോൾ പണിയുന്ന ആലയം നിസ്സാരമെന്ന് തോന്നിയേക്കാം. അത് മഹത്വപൂർണവും ജനതകളുടെ ഐശ്വര്യത്തിന് നിദാനവുമാകും. സെറുബാബേൽ കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനായി വിരാജിക്കും. കർത്താവെ അനുഗ്രഹിക്കണേ. ഹഗായി പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കുവാനും അതിൽ നിന്ന് പ്രചോദനം സ്വീകരിക്കുവാനും ഞങ്ങൾക്ക് ലഭിച്ച അവസരത്തിൽ നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.